ഹായ് കൂട്ടുകാരെ, ഇന്നിവിടെ ഞാനൊരു ചെറുപയർ കറി വയ്ക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, 4 വെളുത്തുള്ളി, പിന്നെ ചെറുപയർ. ഇത് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ്. ഇന്ന് ഗോതമ്പ് പുട്ടാണ്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറുപയർ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ അടുപ്പിൽ കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞതിടാം. ഇതിനകത്ത് സവാള അരിഞ്ഞതിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കാം. കുറച്ച് തീ കുറച്ച് വയ്ക്കാം. ഒന്ന് വരട്ടെ. അതിനകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇടാം. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇത് ചെയ്യാം. വേറെ കറി എടുത്തു. ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വാടട്ടെ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ഞാനിതിനകത്ത് കഴുകി വെച്ചിരുന്ന പയറൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കത് കൂടെ ഒന്ന് നന്നായിട്ടിനകത്ത് വഴറ്റാം. ഞാൻ തീ കുറച്ച് വെച്ചേക്ക്, കുറച്ചുകൂടെ തീ കൂട്ടി. അപ്പോൾ ഇതുകൂടെ ഒന്ന് വഴറ്റാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഞാൻ കുതിർത്ത് വെച്ചിരുന്ന പയറാണേ. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. പയർ ഇവിടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചുകൊണ്ട് വരാം. അരയ്ക്കുന്നതിന് ഞാൻ 5 ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മൾ കുക്കറിൽ വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ആവശ്യത്തിന് ജീരകം, പിന്നെ ആവശ്യത്തിന് തേങ്ങ. നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. പയർ വെന്തിട്ടുണ്ട്. വെന്തങ്ങ് ഉടയണ്ട. ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഞാൻ അരപ്പ് ഇതിനകത്തോട്ട് വേറെ പാത്രത്തിലാക്കി അരപ്പ് ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൊണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ കുറച്ചധികം കറിവേപ്പിലയൊക്കെ ഇട്ട് കടുവറുത്തൊക്കെ ഒഴിച്ചാൽ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റുമാണ്, പ്രത്യേക മണവുമാണ്. നമുക്ക് കടുവറുക്കാം. ഇത് ഒരുപാടങ്ങ് തിളയ്ക്കണ്ട. കടുവറുക്കാൻ ഞാൻ എണ്ണ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചധികം ഉള്ളിയൊക്കെ അരിഞ്ഞു കടുവറുക്കാൻ. അപ്പോൾ നല്ല കറിക്ക് നല്ല മണമായിരിക്കും, ഒരു ടേസ്റ്റുമാണ്. നോക്കട്ടെ. മുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഒന്നുകൂടെ മൂക്കാനുണ്ട്. കടു വറുത്ത് ഇവിടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറുകറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും ഉണ്ട്, പപ്പടമുണ്ട്, അതാണ്ട് ഇവിടെ പഴമുണ്ട്. ഇത് വീട്ടിൽ പിടിച്ച ഞാലിപ്പൂവൻ്റെ പഴമാണ്. പഴം ഉണ്ടായതുകൊണ്ട് ഇന്ന് പുട്ട് പുഴുങ്ങാമെന്ന് വെച്ചു. ഗോതമ്പ് പുട്ട് കഴിക്കാത്തവർക്ക് അരിപ്പുട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ പയറ് കറി ഇതാണ്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് പയറ് കറി ഒഴിച്ച് പുട്ട് കഴിക്കാം. ഇത് നല്ല കറിയാണ്. നിങ്ങൾ വെച്ച് നോക്കണം, കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിന്ന് പുട്ടും പയറ് കറിയും പപ്പടവും പഴവും ഉണ്ട്.